റോഡ് സുരക്ഷാ വിദഗ്ധനായ ശ്രീ ഉപേന്ദ്രൻ നാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നോക്കൂ, അതായത് ഇതിപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറച്ചധികമായി ഈ അപകടങ്ങളിൽ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോവുകയാണ്. ഇതിപ്പോൾ കോട്ടയത്തുണ്ടായ 2 വാഹന അപകടങ്ങളിലായി 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏറെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഒന്ന് ഈ ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിക്കുന്നത്. അതുപോലെ തന്നെ മുണ്ടാങ്കലിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 11 വയസ്സുകാർ മരിക്കുന്നത്. ഈ 2 സംഭവങ്ങളാണ് കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇടുക്കി മുരിക്കാശ്ശേരിയിലാണ് മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കാറ് ഇരുചക്ര വാഹനത്തിൽ, ഈ നിയന്ത്രണം വിട്ടു വന്ന സ്വിഫ്റ്റ് കാറ് ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് അയാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. നമുക്ക് ഈ നിരത്തുകളിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ എത്രയൊക്കെ ചർച്ച ചെയ്തിട്ടും അതിലൊരു ശമനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതീവ ദുഃഖത്തോടെയാണ് ഞാൻ ഈ അപകടങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത്. കാരണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാനായിട്ടാണ് വാഹനങ്ങളെ എടുക്കുന്നത്. പ്രത്യേകിച്ച് 2 വീലർ അതെന്താണ്, അത് ഏറ്റവും അപകടകാരിയായ ഒരു വാഹനമാണ്. കാര്യം നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരമാണ് മറ്റ് വാഹനങ്ങളോടോ അല്ലെങ്കിൽ റോഡിൽ നിൽക്കുന്ന തൂണിനോടോ ഒക്കെ പോയി ഇടിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ 2 വീലർ ഓടിക്കുന്നവരോട് പറയാനുള്ളത്, റോഡ് അപകടങ്ങൾ കുത്തനെ കൂടിയിട്ടുണ്ട്. കാര്യം ഈ 2025 4000-ൽ പരം അപകടങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ 5000-ന് മേലെ ആകാനുള്ള സാധ്യതയുണ്ട്. അത് 2028 ആവുമ്പോഴേക്കും ഏകദേശം 10,000 റോഡ് അപകട മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകും. അതിന്റെ 60% 2 വീലർ ഓടിക്കുന്നവരോ യാത്ര ചെയ്യുന്നവരോ ആയിരിക്കും എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഓടിക്കുന്ന 2 വീലർ ആണെങ്കിൽ നിങ്ങൾ ഇടതുവശം ചേർന്ന് പോയേ മതിയാവും. നിങ്ങളുടെ സൈഡിൽ റിയറിലൂടെ വരുന്ന വാഹനങ്ങൾ നോക്കാനായിട്ട് റിയർ വ്യൂ മിറർ ഉണ്ടാകണം. അതിൽ നോക്കിക്കൊണ്ട് വേണം വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയാൻ, ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയാൻ. പിന്നിലെ ടെയിൽ ലൈറ്റും ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും അത് വർക്ക് ചെയ്യുന്നുണ്ടോ നിർബന്ധമായിട്ടും നോക്കണം. കാര്യം മഴക്കാലമാണ്. ഈ റോഡിലെ മഴയുടെ ഇതിൽ കൊണ്ട് ഡ്രൈവർമാർക്ക് മറ്റ് ലോറി ബസ് ഓടിക്കുന്നവർക്ക് ഒന്നും തന്നെ ഒരു 2 വീലർ പോകുന്നത് കാണാൻ ചിലപ്പോൾ സാധിക്കില്ല, പ്രത്യേകിച്ചും കറുത്ത കളറാണെങ്കിൽ. അപ്പൊ നാം സൂക്ഷിക്കാതെ നമ്മൾ എത്ര വാർത്ത ഉണ്ടാക്കിയാലും, എത്ര പേര് മരിച്ചാലും, എത്ര പേര് പരിക്കേറ്റാലും ഇത് നേരെയാകാൻ പോകുന്നില്ല. സ്വന്തം ജീവന് ഉത്തരവാദിത്തം കൊടുക്കേണ്ടത് നാം തന്നെയാണ്. കാര്യം ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജി ഇന്ന് വരെ നമ്മുടെ സ്റ്റേറ്റിൽ ആയിട്ടില്ല. അതേസമയം മറ്റ് സ്റ്റേറ്റിലൊക്കെ തന്നെ ധാരാളം പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ബോധവൽക്കരണമുണ്ട്, കടുത്ത രീതിയിലുള്ള നിയമം നടപ്പാക്കലുണ്ട്. കേരളത്തിൽ അതൊന്നും ഇതുവരെ സംഭവിക്കുന്നില്ല. അതിനുവേണ്ട ഏജൻസികളും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നമുക്ക് വീട്ടിൽ ചെന്ന അച്ഛനും അമ്മയും കാണണം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും കുട്ടികളെയും കാണണം. അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ സുരക്ഷ എന്നുള്ള ഒരു ഉത്തരവാദിത്വം മനസ്സിൽ കരുതണം. കാര്യം റോഡിന്റെ ഇടതുവശം ചേർന്ന് പോയേ മതിയാവൂ. കാര്യം റോഡിൽ അപകടം പതിയിരിക്കുകയാണ്. ഈവൻ ഒരു ഡോഗ് വിചാരിച്ചാലും നിങ്ങളെ മറിച്ചിടാം, ചിലപ്പോൾ നിങ്ങൾക്ക് മരണം ഉണ്ടാകാം. അപ്പോൾ മിതമായ വേഗത്തിൽ ഹെൽമെറ്റ്, പിന്നെ കാലിൽ ഒരിക്കലും സ്ലിപ്പർ ചെരുപ്പ് ഇടരുത്. ചെരുപ്പിന് പകരം എന്തെങ്കിലും ബൂട്ടോ, എന്തെങ്കിലും ചെറിയ ഷൂസോ, എല്ലാം നിയമം അനുശാസിക്കുന്ന രീതി നിങ്ങൾ ചെയ്യണം. എനിക്ക് വേണ്ടത് നിങ്ങൾ ജീവനോട് വേണം. കാര്യം നിങ്ങളുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ റോഡ് അപകടങ്ങൾ കുത്തനെ കൂടിയേക്കുന്നത്. പ്രത്യേകിച്ചും 2 വീലറുടെ എണ്ണം ഗണ്യമായിട്ട് കേരളത്തിൽ കൂടിയിട്ടുണ്ട്. ഇത്രയും 2 വീലറുകളൊന്നും തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇല്ല. കാര്യം നമ്മുടെ സ്റ്റേറ്റിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ ഇഫക്റ്റീവാണ്. സ്റ്റേറ്റിന്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അല്പസ്വല്പം പണമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷയോ ടാക്സിയോ പിടിക്കാം. എന്നാൽ തന്നെയും ഒരു നഷ്ടമല്ല. കാര്യം എനിക്ക് വേണ്ടത്, ഈ സീ ന്യൂസിന് വേണ്ടത്, നിങ്ങൾക്ക് ഒരു പരിക്കും ഏൽക്കാതെ നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അനേകായിരം പേര് പല ഹോസ്പിറ്റൽസ് ആയിട്ട്, ബെഡ്രിഡനായിട്ട് ഹോസ്പിറ്റലിൽ ഗുരുതര പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവരെ പറ്റി ചിന്തിക്കാറുണ്ടോ? സമൂഹം തന്നെ അവരെ മറന്നുപോയിരിക്കുന്നു. നാം ഇത് റോഡ് സുരക്ഷ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് പല കൊല്ലം പറയുന്നുണ്ട്, നടന്നിട്ടില്ല. 2 വീലർ വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കുക. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ 2 വീലർ വാങ്ങാൻ പാടുള്ളൂ. കാര്യം അത് ആളെ കൊല്ലി വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ കൊച്ചിയിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്,
ഒരു കാർ യാത്രികൻ്റെ മദ്യപിച്ച കാർ യാത്രികൻ വണ്ടി ഓടിക്കുകയായിരുന്നു. അതായത് ഈ വഴിയിൽ നിർത്തിയിട്ടിരുന്ന 13 ഇരുചക്ര വാഹനങ്ങളാണ് ഈ യുവാവ് ഇടിച്ചു തെറിപ്പിച്ചത്. മദ്യപിച്ചുകൊണ്ടാണെന്നുള്ളത് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. കൊല്ലം സ്വദേശിയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നമുക്കറിയാം, മദ്യപിച്ച ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് എന്നുള്ളത്. അതും ഈ എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ട്രാവലിലാണ് അയാൾ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചത്. അത്രയും അശ്രദ്ധമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ആണ് നമുക്ക് വേണ്ടത്. കാര്യം കേരളം ജനനിമിഡമായ വാഹന നിമിഡമായ ഒരു സംസ്ഥാനമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഇനി ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടായാൽ അതിന് നഷ്ടപരിഹാരം കിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഈ വ്യക്തി മദ്യപിച്ച് 10-12 വാഹനങ്ങൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് ഈ വാഹനങ്ങൾ നന്നാക്കാനുള്ള പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു മരണം ഉണ്ടായാൽ ആ ലൈഫിന്റെ നഷ്ടം ഈ വ്യക്തി കൊടുക്കേണ്ടതായിട്ട് വരും. ആ രീതിയിലേക്ക് ഞാൻ എല്ലാ ശ്രോതാക്കളോടും പ്രേക്ഷകരോടും കൂടെ പറയുകയാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് നഷ്ടപരിഹാരം കിട്ടില്ല എന്നുള്ളത് ഏവരും ഓർത്തിരിക്കുക. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ നിങ്ങൾ ഏർപ്പാടാക്കുക. ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. അത് മാത്രമല്ല, നിരപരാധികളായ ഒരുപാട് പേരെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കേരളം മദ്യപാന്മാരുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൽ അതീവ ദുഃഖവും ഉണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.